പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും നന്നായിട്ട് സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന വേറൊരു നടനില്ല. അവരല്ല ഞെട്ടിയ, ഞാനാ ഞെട്ടിയത്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഫെബ്രുവരി 9-ാം തീയതി നമ്മുടെ ടൊവിനോ നായകനായ കാണും എന്ന് പറയുന്നത് മതി. ഒരാൾ കണ്ടാലും ഞാൻ ഹാപ്പി. താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്വന്തം ചേട്ടനാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് സിനിമയെ കുറിച്ച് അധികം പറയാൻ പാടില്ല, കാരണം ഇത് ഭയങ്കര സസ്പെൻസ് ഉള്ളതാണ്. അത് പറഞ്ഞ കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട്, നല്ല വേഷമാണ്. ഞാൻ ഈ ടൊവിനോന്റെ കൂടെ രണ്ടാമത്തെ ചിത്രമാണ്. മിന്നൽ മുരളി എന്ന് പറയുന്ന ചിത്രത്തിന് ശേഷം അതൊരു ബമ്പർ ഹിറ്റാണ്. ഇതും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആകാനുള്ള എല്ലാ ചേരുവകകളും ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം ഡയറക്ടർ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. ജോണി ആണ്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ഡയറക്ടറാവും. അതിൻ്റെ പ്രവചനം കൊണ്ടൊന്നും ആയതൊന്നുമല്ല. അന്ന് വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളിയുടെ എഫക്റ്റും എല്ലാം കണ്ട് നമുക്കറിയാൻ പറ്റും. ഒരു ഡയറക്ടർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അന്ന് അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ട് വളരെ എഫർട്ട് എടുത്തുകൊണ്ട് തന്നെ ഓരോ ഷോട്ടും കറക്റ്റ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും പുള്ളി അതെടുക്കും രണ്ടാമത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കുറേ സിനിമകൾ യങ്സ്റ്റേഴ്സിലൂടെ അഭിനയിച്ചപ്പോൾ ഞാനും ഒന്ന് യങ്ങായ പോലെ എനിക്ക് തോന്നി. അവിടെ എല്ലാം പിള്ളേരായിരുന്നു, ടോവിനോടക്കം എല്ലാവരും യങ്സ്റ്റേഴ്സ്, ഞാൻ മാത്രം ഇത്തിരി പ്രായമുള്ള ഒരാൾ. അപ്പോൾ ഡ്രസ്സിങ്ങിലും മറ്റു കാര്യത്തിലൊക്കെ ഒന്ന് യങ്ങാകാന്ന് കരുതി ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത്. എന്തായാലും ഈ ഒരു നല്ല സിനിമ കാണാൻ കൊതിക്കുന്ന എല്ലാവർക്കും പറ്റിയൊരു സിനിമയാണത്. പിന്നെ ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങളുടെ കയ്യിൽ തന്നെ. ഞങ്ങൾ ആരുമല്ല, ഞങ്ങൾക്കിത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ 100% സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നല്ല സിനിമയാക്കാൻ പറ്റും. ഞങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. ഇതിന്റെ വിജയം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ മാത്രം കയ്യിലാണ്. അത് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഒന്ന് കൊടുത്തിക്കണേ. നമ്മുടെ പ്രിയങ്കരായ താരം കോട്ടയം നസീർക്ക് അവിടെ എത്തിയിട്ടുണ്ട്. നല്ല കാര്യം കൊടുത്ത് സ്വാഗതം ചെയ്യാം. നസീർക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചേട്ടാ നിൽക്കാവോ? നിൽക്കാവോ പ്ലീസ്? ഫോട്ടോ ഉണ്ട്. ഓക്കെ, ഓവർ ടു നസീർ. എനിക്കൊരു ധൈര്യത്തിലാണ് അശോക് ചേട്ടന്. എല്ലാവർക്കും നമസ്കാരം. ഷൂട്ട് മനോരമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓടി പിടിച്ചെത്തിയതാണ്, ലേറ്റായി പോയി. ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ. കുറേ സിനിമകളിൽ പോലീസ് വേഷം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. സാധാരണ കോൺസ്റ്റബിൾ SIയിലൊക്കെയാണ് നിൽക്കുന്നത്. എന്നാൽ ഈ സിനിമയിൽ എനിക്ക് DYSP ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും അന്വേഷിപ്പിൽ കണ്ടെത്തുമെന്ന ഈ സിനിമയ്ക്ക് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അതെന്നും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ടൊവിനോനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുമ്പ് ചെയ്ത പോലീസ് വേഷങ്ങളിൽ നിന്നും ഈ ഒരു സിനിമ എങ്ങനെയാണ് ഡിഫറൻറ്റ് ആകുന്നതെന്നുള്ളത്. അപ്പൊ ടൊവിനോയുടെ ഭാഗത്തു നിന്നുള്ള ആൻസർ ടൊവിനോ തന്നു. പക്ഷേ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ വേറൊരാളെന്ന് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്ക് തോന്നുന്നത്? എന്തായിരിക്കും ഒരു ഡിഫറൻസ്? ഡിഫറെൻ്റ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ്, ഒരു കഥ നമ്മൾ കേൾക്കുമ്പോൾ അതിൽ വീണ്ടും ഒരു പോലീസ് വേഷം വരികയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് എന്തായിരിക്കും ഇനി ഞാൻ വേറൊരു രീതിയിൽ ഈ പോലീസ് വേഷം ചെയ്യേണ്ടത് എന്ന് സ്റ്റഡി ചെയ്തിട്ട് വളരെ ഭംഗിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. എൻ്റെ ഭൂരിഭാഗം സീൻസ് ഞാൻ കണ്ടതാണ്.
സാധാ കാണുന്ന അല്ലെങ്കിൽ ടൊവിനോ ചെയ്തിട്ടുള്ള, ടൊവിനോ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ടൊവിനോ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നും പല സീനുകളും വളരെ ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് ടൊവിനോ ശ്രമിച്ചിട്ടുണ്ട്, അത് ഫലിച്ചിട്ടുണ്ട്. താങ്ക് യു. ചേട്ടൻ എന്താണ് ഫീൽ ചെയ്യുന്നത്? എനിക്കിപ്പോ പോലീസ് വേഷം ചെയ്ത് പ്രത്യേകിച്ചൊരു ഫീലിംഗ് ഇല്ലാതായി. പക്ഷെ ഡിവൈഎസ്പി ആയതിന്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അത്രയും പ്രമോഷൻ കിട്ടില്ല. പിന്നെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, ഇപ്പോൾ താടി വെച്ച് പോലീസ് വേഷം ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയേക്കണ എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്ത്. അത് പോലീസ് വേഷം മാത്രമല്ല, പെൺവേഷം കെട്ടാനും പിന്നെ കൃഷ്ണനാവാനും ഒക്കെ എനിക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളൂ. താടി വെച്ചിട്ട് അത് ഇതിൽ പോലീസ് വേഷമല്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ്. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വേഷം കിട്ടിയത്. ഓക്കെ, നസീർക്ക, ചെറിയൊരു സ്വപ്നം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അനുകരണം വരണം. ഇല്ല, വേണ്ട നസീർക്കയുടെ നിങ്ങൾ പറയണം. അനുകരണം വേണമെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്രയും നന്നായിട്ട് സിനിമാ താരങ്ങൾ അനുകരിക്കുന്ന വേറൊരു നടനില്ല, ഒരു മിമിക്രി ആർട്ടിസ്റ്റും ഇല്ല. അപ്പോൾ ഒരു എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ പോയാൽ ഈ കൂടിയിരിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ കൂട്ടുകാർക്ക് ഒരു വിഷമം ഉണ്ടാവും. നീ ആദ്യം MN നമ്പ്യാർ കാണിക്കും. MN നമ്പ്യാർ കാണിക്കില്ല, മമ്മൂക്ക, നല്ലൊരു കൈയടി പ്ലീസ്. എന്നാ ടൊവിനോ. നല്ല കാര്യം പ്ലീസ് എല്ലാവരും. ടൊവിനോനെ ഇരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് ടൊവിനോനെ ഒന്ന് അനുകരിച്ചാലോ? ടൊവിനോ ഞെട്ടി. അവരല്ല ഞെട്ടിയത്, ഞാനാ ഞെട്ടിയത്. ഞാൻ ഇന്നുവരെ ടൊവിയെ അനുകരിച്ച് തുടങ്ങിയിട്ടില്ല. ട്രൈ ചെയ്യണോ? നമുക്ക് ഒന്ന് ട്രൈ ചെയ്യണോ? അല്ല അത് പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്യുന്നതല്ലേ അതിന്റെ ഒരു ഭംഗി. യെസ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ടൊവിനോട് അഭിനയിക്കുന്നത്. ഈ അനുകരണം കൊണ്ട് ആദ്യത്തെ അവസാനത്തെ ഒരു മിനിറ്റ് എന്താണെങ്കിലും ഒന്ന് കാണിക്കും. നിങ്ങൾ കൈയടിക്കണം കേട്ടോ, വെറുതെ എന്നാ പോരാ. ഇതിപ്പോ ഞാൻ സാധാരണഗതിയിൽ നമ്മൾ സ്റ്റേജ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി മിമിക്രി, പക്ഷെ ഇതിപ്പോ ഇങ്ങനെ കാണിക്കേണ്ട ഒരു അവസ്ഥയും കൂടെ ഉണ്ട്. അപ്പോ എനിക്ക് ഏറ്റവും ഞാൻ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ എനിക്ക് ഓരോരെണ്ണം ചെയ്യാം. ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ജനാർദ്ദൻ ചേട്ടന്റെ ശബ്ദമാണ്. ഞാൻ അതൊന്നും ചെയ്യാം, കുറെ കേട്ടിട്ടുള്ളതാണ്, എന്നാലും ചെയ്യാം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഫെബ്രുവരി 9 നമ്മുടെ ടൊവിനോ നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും റിലീസാവാൻ പോവുകയാണ്. എല്ലാവരും പോയി കാണണം, വിജയിപ്പിക്കണം. അടിപൊളി, അമേസിംഗ്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു. അപ്പോ നമ്മുടെ പടം ഫെബ്രുവരി 9 തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ഫോർ ജോയിനിങ് us. താങ്ക് യു. ഇഷ്ടപ്പെടില്ലേ? സൂപ്പർ അല്ലേ? സോ നമുക്ക് ഇതിന്റെ ഏതൊരു സ്പോർട്സിലായാലും ക്യാപ്റ്റന്റെ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? നമുക്ക് വേണ്ടേ? ആരെ വിളിക്കണ്ടേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മൂവിയുടെ ഡയറക്ടർ ഡാർവിൻ കുര്യാക്കോസ്. Ladies and gentlemen, put your hands together and let's welcome Darwin Kuryakos onto the stage. And along with him, let's invite our producer. Definitely, Darwin Kuryakos, Mr. Darwin Kuryakos as well. ഒരു ഗംഭീര കാര്യം കൊടുക്കാം അല്ലേ? Producer and directors, wow. And along with അതുപോലെ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ഓൾസോ പ്രൊഡ്യൂസർ ജിനു എബ്രഹാം. യെസ്, ഒരുപാട് മലയാള സിനിമകൾ നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റൈറ്റർ ജിനു എബ്രഹാം is here and I'm pretty sure this movie is going to be a huge hit. And ജിനു ചേട്ടാ, എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഞാൻ കൂടുതൽ തള്ളിമറിച്ച് ഏറെല്ലാകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് നല്ല സിനിമയാണെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഈ സിനിമ ഫെബ്രുവരി 9 തിയേറ്ററിൽ എത്തുമ്പോൾ പോയി കാണണം. സിനിമ നിങ്ങളെ നിരാശരാക്കില്ല എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. Thank you so much, ചേട്ടാ. And also along with them, I think നിങ്ങൾ എല്ലാവരും ഇവിടെ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ബാക്കിയുള്ള എല്ലാവരെയും ഒന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And to begin with, I would like to call our director of photography, Gautam Shankar. ഒരു നല്ല കാര്യം കൊടുത്ത് സ്വാഗതം ചെയ്യാം. Gautam Shankar on the stage, and also our editor, Saiju Sridharan.
Let's welcome Saiju Sridharan. Along with him, may I have production designer Mr. Dilip Nath as well onto the stage, please. Mr. Dilip Nath. ഇവർക്കൊക്കെ നല്ല ഗൈഡ് കൊടുക്കണ്ട, ഇത് പോരാ. Come on, please. നല്ല ഗൈഡ് കൊടുക്കണം. And the designer Arun Ajukumar, Chief Associate Aniv S. Kumar, Associate Sujay S. Kumar. ഇവരെ എല്ലാവരെയും ഞാൻ വളരെയധികം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് യെസ്, നമ്മുടെ മൂവിയിൽ ഒരുപാട് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ആർട്ടിസ്റ്റുകൾ എല്ലാം തന്നെ ഇവിടെയുണ്ട്. And thank you so much, each one of you, for joining us here today. And yes, actually, നോക്കിയിട്ട് ഇവരോടാണ് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. So I really would like to ask you all that, how was the shooting of the movie? എങ്ങനെ ഉണ്ടായിരുന്നു പടത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ? വളരെ അടിപൊളിയായിരുന്നു. എന്നാലും കുറച്ചൊരു എക്സ്പീരിയൻസ്. ഇവരെല്ലാവരും എത്ര നേരമായിട്ട് കാത്തിരിക്കുകയെന്ന് പറയാം നമ്മുടെ മൂവിയുടെ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷം കേൾക്കാൻ വേണ്ടിയിട്ട്. അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ടോവിനെ പറയും. ഓക്കെ, താങ്ക് യു. അപ്പൊ ടോവിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടോവിനോ തോമസ് ഈ ഒരു വേദിയിലേക്ക് എത്തായിരിക്കും. ബട്ട് ബിഫോർ ദാറ്റ് ഐ തിങ്ക് ലോകത്തിന് ഒത്തിരി കാര്യം സംസാരിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് സംസാരിക്കാനുള്ളത്? ഒന്നും സംസാരിക്കാനില്ല. ഇറ്റ്സ് ഓക്കേ, നോ പ്രോബ്ലം. നമുക്ക് ഇവിടെ വളരെ വിശിഷ്ട വ്യക്തിയായിട്ട് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബി ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Put your hands together for our director ബി ഉണ്ണികൃഷ്ണൻ. ബി ഉണ്ണികൃഷ്ണൻ സാറാണ് നല്ല ഗൈഡ് കൊടുക്കാണ്. ഗംഭീര ഗൈഡ് കൊടുക്കും പ്ലീസ്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സാർ. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ഒത്തിരി ഒത്തിരി നന്ദി. ഞങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. സാറിന് എന്താണ് പ്രേക്ഷകരോട് പറയാറുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ സിനിമയാണിത്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഡാർവിനാണ്. ഡാർവിൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും സഹോദരതുല്യമായിട്ടുള്ള ആളാണ്. തീർച്ചയായിട്ടും ഫെബ്രുവരി 9 മലയാള സിനിമയ്ക്ക് ഒരു പുതിയ സംവിധായകൻ്റെ കയ്യൊപ്പ് മലയാള സിനിമയിൽ പതിയും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് 2 പേര് ചേർന്നാണ്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ജിനു, മറ്റൊന്ന് ഡോൾവിൻ. ഇവരെല്ലാം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, സംവിധായകനും നിർമ്മാതാവും സഹോദരന്മാരാണ്. നമുക്കറിയാം, റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. അതുപോലെ മലയാള സിനിമയെ ഇനി കുറേ കാലം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട 2 ആളുകളാണ്, ഇരട്ടകളാണ് ഇവർ. ഒപ്പം ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ഓഫ് കോഴ്സ് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മലയാള സിനിമയുടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ മലയാള സിനിമയെ മുമ്പിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ള നടനും താരവുമായ എൻ്റെ പ്രിയപ്പെട്ട ടൊവിനോ തോമസ് ഇവിടെയുണ്ട്. ടൊവിനോയ്ക്കും തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫെബ്രുവരി 9 നിങ്ങൾ എല്ലാവരും തിയേറ്ററിലെത്തി അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ഈ സിനിമ കാണണം. തീർച്ചയായിട്ടും അതൊരു വ്യത്യസ്തമാർന്ന സിനിമ അനുഭവമായിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഒരിക്കൽ കൂടി ഈ സിനിമയ്ക്കും ഇതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കും ഇതിൽ അഭിനയിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ ആശംസകൾ. നന്ദി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്ലെസ്സിംഗ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇത് വലിയൊരു വിജയമാവട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിനിമയിൽ അഭിനയിച്ച കാസ്റ്റ് ആൻഡ് ക്രൂ അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഐ തിങ്ക് വി ഷുഡ് ഇൻവൈറ്റ് ദം ഓൾസോ ഓൺ ടു ദ സ്റ്റേജ്. ആൻഡ് ടു ബിഗിൻ വിത്ത്, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് our own കോട്ടയം നസീർ സർ. കോട്ടയം നസീർ സർ. അസീസ് നെടുമങ്ങാട്, പ്രമോദ് വലിയനാട്, നിഷാന്ത് സാഗർ, അർച്ചന, രമ്യ സുവി, അശ്വതി മനോഹരൻ, ഹരിശ്രീ അശോകൻ സർ, and also Dilesh Nair. And of Let's course, welcome Mr. everybody. Vishnu as well. Mr. Vishnu would you please? Yeah. ഇത്രയൊന്നും പോരാട്ട കയ്യടി ഒരു നല്ല കൈ കൊടുത്തേ, ഒരു ഗംഭീര കൈ കൊടുത്തേ പ്ലീസ് എല്ലാവരും തന്നെ. യെസ്, നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് ഇവരെ എല്ലാവരെയും ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഉള്ളത്. ആൻഡ് നിങ്ങൾ എല്ലാവരും കണ്ടതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ട്രെയിലറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ സജി കടക പ്ലീസ്. സജി പ്ലീസ് മേക്കപ്പ് ആണ്. യെസ്, നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് Yes. സജി ചേട്ടൻ, പ്ലീസ് വെൽക്കം ഓൺ ടു ദ സ്റ്റേജ്. യെസ്, അപ്പൊ നമ്മുടെ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് അവരോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. സിനിമ ഷൂട്ടിങ്ങിന്റെ ഒക്കെ തന്നെ ആ ഒരു അനുഭവം പങ്കിടാം ആർക്കെങ്കിലും. Yes. ഇവിടെ തുടങ്ങിയാലോ? അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, ഇവിടെ തുടങ്ങാം. ഓക്കെ. അർച്ചന, യെസ്, ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം അർച്ചന. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞത്. അതിലേറെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോ ചുമ്മാ ഒരുപാടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിനിമ ഉറപ്പായിട്ടും പോയി കാണുക, ഞങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി. Okay, and the next one? How do you? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് അധികമൊന്നും പറയാനില്ല. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇങ്ങനൊരു പടത്തിൽ പാട്ടായം കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സന്തോഷം. ആൻഡ് ഐ ഹോപ്പ് എല്ലാവരും നമ്മുടെ ഈ കൊച്ചു സിനിമ പോയി കാണണം Feb 9th. ആൻഡ് താങ്ക് യു സോ മച്ച്. Thank you. And next year from the next person. ഓക്കെ, രണ്ട് വാക്ക്. നോ. അവിടെ, yes. ഓക്കെ, ഫൈൻ. ഹലോ, ഗുഡ് ഈവനിങ്. ഈ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് എന്നല്ല, ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നല്ലൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. വളരെ പോസിറ്റീവ് എനർജി ആയിരുന്നു, വളരെ പോസിറ്റീവ് വൈബായിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഈ ട്രെയിലറും കൂടെ കണ്ടപ്പം ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അങ്ങനെ ഡോൾവിനും ഡാർവിനും ആഗ്രഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് പോലെ ഈ ക്രൂയുടെ ഈ എഫേർട്ടിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് നേർന്നുകൊണ്ട് goodbye. Thank you. Thank you so much. And yes, the most awaited moment. നമ്മൾ എല്ലാവരും ഇവിടെ കാത്തിരുന്ന നമ്മുടെ എല്ലാവരുടെയും സ്വന്തം മലയാളത്തിന്റെ സ്വന്തം സൂപ്പർ ഹീറോ. യെസ്, നമ്മുടെ എല്ലാവരുടെയും ടൊവിനോ തോമസ് ഇവിടെയുണ്ട്. But before we invite him onto the stage, I really want to know your energy. Okay, let's hear it from the side. Are you ready? Yes മാത്രം പോരല്ലേ, നമുക്ക് ടൊവിനോ cheer കേൾക്കണ്ടേ? Tovino, 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 yes, your Tarkan, Tovino Thomas on the stage. Welcome, ladies and gentlemen, honor Tovino Thomas onto the stage. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കുന്നില്ലേ? കേൾക്കാലോ അല്ലേ? ഇഷ്ടപ്പെട്ടോ ട്രെയിലർ? ഞങ്ങൾക്ക് പ്രതീക്ഷ വെക്കണോ വേണ്ടയോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉത്തരം കിട്ടണം. അതുകൊണ്ടാണ്. പറ, ഇഷ്ടപ്പെട്ടോ? ക്ലിയർ ആവുന്നില്ല, ഒന്ന് ഉറക്കം പറയാമോ? താങ്ക് യു. ഇത് അങ്ങനെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഈ സിനിമ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, ഇതിനോട് ഞങ്ങളുടെ കൂടെ നിന്ന് ഇപ്പോൾ വേദിയിലുള്ള ഉണ്ണികൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് വെൽ വിഷേഴ്സ് നമുക്ക് ഈ സിനിമയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനും ഈ സിനിമയിൽ ഭാഗമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. വളരെ ഹാപ്പി ആയിട്ടും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഔട്ട് ദ സിനിമ എൻഗേജ്ഡ് ആയിരിക്കും, വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും, വളരെ സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടീസറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അത് ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം വളരെ അടുപ്പമായ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ എന്നും ചെറിഷ് ചെയ്യുന്ന ഒരുപാട് മെമ്മറീസ് ഉള്ള, ഭയങ്കര എന്താ പറയാ, സുഖമുള്ള, സന്തോഷമുള്ള, സ്നേഹമുള്ള ഓർമ്മകളുള്ള സിനിമയാണ്. അതിന്റെ ഒരു പോസിറ്റിവിറ്റി ഈ സിനിമയിലും ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നതിനും ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന്റെ ഭാഗമായതിനും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരുമായിട്ടുള്ള എല്ലാവരും താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, സന്തോഷം മാത്രം ഉണ്ടാവട്ടെ, സമൃദ്ധി ഉണ്ടാവട്ടെ, എല്ലാവർക്കും സ്നേഹം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ചോദിച്ചോടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ. സഹിച്ചിട്ട് ആദ്യം നമ്മുടെ എഡിറ്ററാണ്. ഞാൻ കുറെ പ്ലീസ്. മായാനദിയും മരണോണിയും നാരദനും ദൈത്യതും ഞങ്ങൾ കുറെ സിനിമകളിൽ വെച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സഹിച്ചേട്ടാ താങ്ക് യു. ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നുണ്ട്. അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുന്നുണ്ട്. മുൻപേ എന്ന് പറയുന്നത് എന്റെ ബർത്ത്ഡേ ആണ് അതിന്റെ ഒരു പോസ്റ്റർ വിട്ടിരുന്നത്. അപ്പൊ അതും താങ്ക് യു സോ മച്ച്. ഒരു ചോദിച്ചോട്ടെ, ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഹൗ ഇസ് ദിസ് മൂവി ഡിഫറെന്റ് ഫ്രം ഓൾ ദോസ്? ഒരുപാടല്ലാതെ 3-4 ചെയ്തിട്ടുണ്ട്. അതില് ഇസ്രായേൽ ACP ഷഫീർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ തരംഗത്തിൽ സസ്പെൻഷനുള്ള ഒരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ അടുത്ത് സംസാരം നിർത്താനുള്ള ബെല്ലാണ്, ഇടയ്ക്കൊരു ബെല്ല് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ കുറച്ചും കൂടെ ഒരു ലാർജ് ദാൻ ലൈഫ് ക്യാരക്ടറായിരുന്നു. പക്ഷെ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചുകൂടെ വൾനറബിൾ ആയിട്ടുള്ള, നമുക്ക് പരിചയമുള്ള തരം ഒരു പോലീസുകാരനാണ്. പരിചയമുള്ള സൂപ്പർ ഹീറോ ഒന്നുമല്ല. സങ്കടം വരുമ്പോൾ കരയുകയും സന്തോഷം വരുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ പോലീസുകാരനാണ്. ഒരു SI ആണ്, ആനന്ദ് നാരായണ. ആ കഥാപാത്രവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് ടോവിനോ. ആൻഡ് ഐ തിങ്ക് ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മുടെ ഫിലിമിന്റെ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം ദം ഓൾസോ പ്ലീസ്. നമസ്കാരം. എന്നെ തള്ളിന്റെ ആളെന്നാണ് പറയുന്നത് എല്ലാവരും. അപ്പൊ വലിയ തള്ളുന്നില്ല. പക്ഷെ വല്ലാത്ത, നിങ്ങൾക്ക് മനസ്സിലാകാത്ത മറ്റൊരു മുഹൂർത്തത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനൊരു നാടക പ്രവർത്തകനായിരുന്നു. കുറെ കാലം നാടകത്തിലായിരുന്നു. അവിടുന്ന് ഒരു ഗ്രീൻ റൂമിൽ വന്ന് എന്നെ ഒരു സിനിമയിലേക്ക് എനിക്കൊരു വേഷമുണ്ട് വാ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയ എന്റെ സിനിമയിലേക്ക് എത്തിച്ച എന്റെ ഗുരുനാഥനും ജോസ് തോമസ് സാറിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. സാറിനോടുള്ള നന്ദി സാറിന്റെ കാലത്തൊട്ട് പറയുന്നു. ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിന്റെ എപ്പോഴുള്ള അനുഗ്രഹമാണ്. അപ്പൊ എല്ലാവർക്കും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. വെടിച്ചില് പടവാന്നേ ധൈര്യം. ഓക്കെ, സന്തോഷം. ഓക്കെ, ആൻഡ് യെസ്, ഒരുപാട് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തൊരു സിനിമയാണ്. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല. ട്രെയിലർ നിങ്ങൾ കണ്ടു. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഫെബ്രുവരി 9 എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ചെയ്യിക്കുക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് anyone else? നമസ്കാരം. എൻ്റെ എല്ലാ സുഹൃത്തുക്കളും, ഇതിനകത്തുള്ള ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും നേരത്തെ തന്നെ പരിചയമുള്ളവരാണ്. വളരെ അധികം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റായിരുന്നു. പ്രത്യേകിച്ച് ഡോൾവിൻ, ചിനു, ടോബി, എവരിബഡി. എന്തായാലും 9-ാം തീയതി നിങ്ങൾക്കൊരു ഫ്രഷ് ഫിലിം ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയും. എന്തായാലും ഈ ക്രാഫ്റ്റ് 9-ാം തീയതി നമുക്ക് കാണണം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ക്രൂ. നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞതുപോലെ എനിക്കൊന്ന് ഫെബ്രുവരി 9-ാം തീയതി നമ്മൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു പുതിയ മൂവി അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പൊ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണില്ലേ? Come on. Yes, February 9th is the date. യെസ്, എനിക്ക് തോന്നുന്നു ഒരു വലിയ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടണം അല്ലേ? ടൊവിനോ ഇവിടെ ഉണ്ട്. ടൊവിനോ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടൊവിനോ പ്ലീസ് കം ഫോർവേഡ്. Can you just ask them? ലൈക്ക് ഫെബ്രുവരി 9-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി പണം കാണത്തില്ലെന്ന് ടൊവിനോ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ആൻസർ പറയും. കാണും എന്ന് പറയുന്നത് മതി. ഒരാൾ കണ്ടാലും ഞാൻ ഹാപ്പി. താങ്ക് യു സോ മച്ച്.
ബാക്കിയുള്ളവര് കാണുമല്ലോ എന്ന് പറയണം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കണ്ടാൽ മതി. താങ്ക് യു സോ മച്ച്. ഗംഭീരമായിട്ട് പ്ലീസ് നമ്മുടെ സ്വന്തം ടോവിനോ തോമസിന് വളരെ ഭയങ്കരമായിട്ടുള്ള താരകം, ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് ഈ സ്റ്റേജിൽ. Okay, I think we can take a video. The entire mall-ന്റെ ഒരു വീഡിയോ നമ്മളുടെ ടോബി ഇപ്പോൾ എടുക്കുന്നതായിരിക്കും. I think I need a phone for that. Yes. Okay, you want to take it in this or? Okay. We have the phone. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് cheer ചെയ്യണം. നമ്മുടെ entire cast and crew ഇവിടെ ഉണ്ട്. എല്ലാവരും ഉൾപ്പെടെ നമുക്ക് ഒരു നല്ലൊരു വീഡിയോ ഇവിടെ എടുക്കാം. Please come forward. Please come. Everybody cheer. Everyone please. Everyone. Come on guys, cheer you, please. Come on, ready? 1, 2, 3, go! ഒന്നും നന്നായിട്ട് നിൽക്കുമോ? Okay, very well. Thank you so much each and everyone for joining us here today. And I think, yes, please be on stage because നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റേജിൽ തന്നെ നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. പ്ലീസ് ഒന്ന് വരാമോ പ്ലീസ്? ഒരു ഫോട്ടോ Let's take one picture, then we all can go back. എല്ലാവരും തന്നെ ടീം AK. Yes, here we have the crew members of our new movie അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന ഒരു ടീം ഫോട്ടോയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. So I think the photographers are all ready to take the picture. Ladies and gentlemen, here we have Team AK for you. Anweshipin Kandathum, and it's been directed by Darwin Kuriakos, written by Genevieve Abraham, produced by Darwin Kuriakos, Genevieve Abraham, Vikram Mehra, and Siddharth Anand Kumar. Yes, and it's gonna hit the screen on February 9th. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു മൂവി കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു.